ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ. ഇത് A+ നിർണ്ണയിക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് കുറച്ചൊരു ടഫ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ 2 തവണ റിവൈസ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇത് മനസ്സിലാവും. സോ വീഡിയോ മുഴുവനും കാണുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ലൈവ് നമുക്ക് അടിപൊളിയാക്കണം. നിങ്ങളൊപ്പം ഞാനും AD സാറും ഉണ്ടാവും. ഒരു പേടിയും പേടിക്കേണ്ട. നമുക്ക് മാത്തമാറ്റിക്സ് അടിപൊളിയാക്കാം. സോ ഈ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം എന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം ഏത് ടോപ്പിക്കിൽ നിന്നാണെന്നും മനസ്സിലാക്കണം. നമുക്കറിയാം ഇത് സർക്കിൾ മെഷേഴ്സ് അഥവാ വൃത്തങ്ങളുടെ അളവുകളിൽ നിന്നാണ്. വൃത്തങ്ങളുടെ അളവുകളിൽ 4 ഇക്വേഷൻ ആണ് നിങ്ങൾ പഠിക്കാനുള്ളത്. ഒന്ന് πr², ഒന്ന് x/360 × πr², അല്ലെ? അതായത് പരപ്പളവാണ് ചോദിച്ചതെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇനി ഏരിയ കേട്ടോ, പരപ്പള ഏരിയ. ഇനി പെരിമീറ്റർ അഥവാ ചുറ്റളവാണ് ചോദിച്ചതെങ്കിൽ 2πr, അതോടൊപ്പം തന്നെ x/360 × 2πr. ഈ 4 ഇക്വേഷനും നമ്മളെ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പൊ ഈ കാണുന്ന ചോദ്യത്തിൽ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത് മനസ്സിലാക്കാൻ ഒരു പണിയില്ല മക്കളെ. ഒരു ഇതാക്കണം. എന്താ തന്നിട്ടുണ്ട്? സെന്റർഡ് വെർട്ടെക്സ് ഓഫ് എ റെഗുലർ ഒക്ടഗൺ, 8 വശങ്ങളുള്ള ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്, അഥവാ അഷ്ടഭുജം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്താ പറയാ, കത്രികയൊക്കെ എടുത്തെടുത്ത് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഷേപ്പാണ് കിട്ടുന്നത്. ഈ ഒരു ഷേപ്പിന്റെ പെരിമീറ്റർ അഥവാ ചുറ്റളവാണ് ചോദിച്ചത്. അപ്പൊ ചുറ്റളവ് ചോദിച്ചാൽ നമുക്കറിയാം 2 ഇക്വേഷൻ ഉള്ളത്, 2πr ഉം x/360 × 2πr ഉം. അപ്പൊ 2πr കാണുന്നത് സർക്കിളിന്റെ പെരിമീറ്റർ ആണ്, പക്ഷെ മറ്റേത് കാണുന്നത് നമ്മൾ ഇതുപോലെ കഷ്ണങ്ങളുടെ പെരിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ x/360 × 2πr ആണ്. ഓക്കെ, അങ്ങനെയാട്ടോ ഇക്വേഷൻ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങൾ കാണണം? x കാണണം, r കാണണം. പക്ഷെ കഴിഞ്ഞിട്ടില്ല. ഈ കാണുന്ന ചിത്രത്തിൽ നമുക്കറിയാം, ഈ കാണുന്ന ചിത്രം ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിച്ചാൽ നമുക്കറിയാം അല്ലെ, ഒരു സർക്കിളിന്റെ ഒരു കഷ്ണമാണ് അല്ലെ, സെക്ടർ, ഒരു സർക്കിളിന്റെ ഒരു കഷ്ണമാണ് ഈ കാണുന്നത്. സോ ഇതുപോലെ ഈ ഒരു നീളമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെ? ഏത് ഇക്വേഷൻ വെച്ചിട്ട്? x/360 × 2πr എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ ഒരു സർക്കിളിന്റെ ഒരു കഷ്ണമാണ്. അങ്ങനത്തെ എത്ര കഷ്ണമുണ്ട്? 8 കഷ്ണങ്ങളുണ്ട്. എത്ര കഷ്ണങ്ങളുണ്ട്? 8 കഷ്ണങ്ങളുണ്ട്. സോ ഫൈനൽ ആൻസർ എന്താ? 8 × x/360 × 2πr ആണ്. 8 × x/360 × 2πr ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് കിടക്കാം. അപ്പൊ x ഡിഗ്രി കിട്ടണം. അതിന് നിങ്ങൾ 8ാം ക്ലാസ്സിലേക്ക് ഒന്ന് യാത്ര ചെയ്യണം. 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 8 വശങ്ങളുള്ള ഒരു പോളിഗൺ, ഒരു ബഹുഭുജം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുഴുവൻ കോണുകളുടെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിനെ നിങ്ങൾക്ക് എന്താക്കാം? n-2 × 180 ചെയ്യാം അല്ലെ. അത് റെഗുലർ അഥവാ എന്താണ് പറയാ, സമ വശങ്ങളാണെങ്കിൽ എത്ര ആംഗിൾ ആണോ ഉള്ളത് അത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒരു ആംഗിൾ കിട്ടും. അപ്പം n-2 × 180/8 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന ഒരു ആംഗിൾ കിട്ടും. അപ്പൊ x ഡിഗ്രി കിട്ടും. സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. സോ n എന്ന് പറഞ്ഞാൽ 8 ആണ്. 8 - 2 × 180/8 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 6 × 180/8 കിട്ടും. 6 × 180 എത്രടാ? 1000 അല്ലെ. 6 × 180 പറയുമ്പോൾ 1080 അല്ലെ. 1080/8 ദാറ്റ് ഈസ് ഇക്വൽ ടു 135 ഡിഗ്രിയാണ് ഒരു ആംഗിൾ കിട്ടുക. നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു ആംഗിൾ എത്ര ഡിഗ്രി കിട്ടും? 135 ഡിഗ്രി. അപ്പൊ x കിട്ടി. അപ്പൊ നമുക്ക് ഈ കാണുന്ന ചോദ്യത്തിൽ കൊടുക്കാം 8 × 135 ഡിഗ്രി. കുറച്ചൊരു രസം ഉണ്ടാവും കേട്ടോ, കാരണം കുറച്ചൊരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പൊ കുറച്ചൊരു രസം വേണ്ടേ? ഓക്കെ, ക്ലാസ്സിലെ ഫീഡ്ബാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ 360 എന്ന് കിട്ടും. 360 × 2π × r എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയ എത്രടാ? r എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം 2 സെന്റിമീറ്റർ ആണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് മൊത്തം 2 ആയതുകൊണ്ട് 1 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ 6 കിട്ടി. നേരിട്ട് 1 കൊടുക്കാം. × 1 ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ വെട്ടോ. അറിയാവുന്ന ഏത് നമ്പർ കൊണ്ട് നമുക്ക് എന്താക്കാം? ഈ കാണുന്ന നമ്പേഴ്സിനെ വെട്ടാം. അപ്പം ഈ 8 × 36 നമുക്ക് ഏതുകൊണ്ട് വെട്ടാം? 8 4 പോലെ 2 4 8. 36 എത്ര 4 ഉണ്ടടാ? 36 9 4 ഉണ്ട്. സോ 90 എന്ന് എഴുതാം. അപ്പൊ 360 വീണ്ടും വെട്ടാലോ. 2നെ വെച്ചിട്ട് 2നെ 90നെ വെട്ടാം. 45 ഡിഗ്രി എന്ന് കിട്ടൂലെ. 45 ഡിഗ്രി. ഇനി സിമ്പിൾ ആണ്. 135നെ 45നെ നമുക്ക് 5 കൊണ്ട് വെട്ടാൻ പറ്റും. 135 എത്ര 5 ഇടാം? 135/5 2 5 10 3 35 27 കിട്ടൂലെ. 27 / 45 9 എണ്ണം × 2π. ഓക്കെ, വെനി വരട്ടാലോ. നല്ല രസമല്ലോ. 27 9 വട്ടെ. 27 എത്ര 9 ഉണ്ട്. ദാറ്റ് ഈസ് ഇക്വൽ ടു 3 ആണ്. 3 × 2π ദാറ്റ് ഈസ് ഈക്വൽ ടു 6π സെന്റിമീറ്റർ. ഇതാണ് ഈ കാണുന്ന മുഴുവൻ നീളം പെരിമീറ്റർ ചുറ്റളവ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്. ഒരു പണിയില്ല. ഇതുപോലെ ഏത് ചിത്രം കിട്ടിയാലും ഒരെണ്ണത്തിന് നിങ്ങൾ കാണുക. അങ്ങനെ എത്ര എണ്ണം ഉണ്ട് നോക്കുക. എത്ര എണ്ണം ഉണ്ടെങ്കിലും × അത്ര കൊടുക്കുക, ആൻസർ എഴുതുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ആണ്, പക്ഷേ നല്ല A+ ലെവലാണ്. പരപ്പളമാണെങ്കിൽ ഇക്വേഷൻ മാറ്റുക, πr² കൊടുത്താൽ മതി.
ഓക്കെ, സെയിം ഇക്വേഷൻ തന്നെ പൈ ആർ സ്ക്വയറിന് കൊടുത്താൽ മതി. സോ ഐഡിയ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു മക്കളെ. അങ്ങനെയാണെങ്കിൽ പക്ഷേ പരപ്പളവ് കിട്ടുമ്പോൾ എന്താ കിട്ടാന്നറിയാം നിങ്ങൾക്ക്. ഈ കാണുന്ന ഉത്തരം അല്ല കേട്ടോ കിട്ടുക, ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതാണ് കിട്ടുക, ഈ ഭാഗം. പക്ഷെ അതല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഏരിയ കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ മൊത്തം കണ്ടുപിടിക്കണം. ഓക്കെ, അത് നമുക്ക് ലൈവിൽ ഡിസ്കസ് ചെയ്യാം, ഡോണ്ട് വെറി. സോ എന്നിട്ട് ഈ കാണുന്ന ഉത്തരം കുറച്ചാൽ മതി. അതൊക്കെ നോക്കണ്ട, നിങ്ങൾ അതിലേക്ക് പോകേണ്ട. പെരിമീറ്റർ ആണ് ഇന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളത്. സോ മക്കളെ, അടുത്തൊരു ചിത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രീതിയിലൊരു ചിത്രം നിങ്ങളുടെ തന്നിട്ട് ഈ കാണുന്ന ഷെയ്ഡ് ചെയ്ത ഭാഗത്തെ പരപ്പളവ് അഥവാ ഏരിയ ചോദിക്കും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാണിച്ചു തരപ്പെട്ട അളവുകൾ പറഞ്ഞുതരാം. ഇവിടെ ഉള്ളത് 60 ഡിഗ്രി, ഇവിടെ ഉള്ളത് 6 സെന്റിമീറ്റർ, ഇവിടെ ഉള്ളത് 4 സെന്റിമീറ്റർ. അതായത് എ ബിയുടെ നീളം നോക്കിയാൽ കാണാം. എ ബിയുടെ നീളം 6 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ, ഇത് 60 ഡിഗ്രി. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താ അറിയോ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി ബിഗ്ഗർ സെക്ടർ? ഇതിന്റെ വലിയ വൃത്താംശത്തിന്റെ ആരം എത്ര? 6 + 4 10. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ഒന്നാമത്തെ. സിമ്പിൾ അല്ലേ? എന്നാൽ രണ്ടാമത്തെ ചോദ്യം എന്താ അറിയോ? ഫൈൻഡ് ദ ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് റീജിയൻ. അത് ഇത്തിരി ട്വിസ്റ്റ് അല്ലേ? ഒരു പണിയില്ല മക്കൾ, ഇത്രേ ഉള്ളൂ. ഈ കാണുന്ന മുഴുവൻ ഭാഗത്തിന്റെ ഏരിയ പരപ്പളവ്, അതിൽ നിന്നും ഈ കാണുന്ന ചെറിയ ഭാഗം കുറയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ ഷെയ്ഡ് ചെയ്ത ഭാഗം കിട്ടും. അങ്ങനെ ഞാൻ ഇക്വേഷൻ കാണിച്ചു തരാം മക്കളെ. നമുക്കറിയാം ഈ കാണുന്ന രീതിയിൽ ഇക്വേഷൻ വന്നാൽ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ആകെ 4 ഇക്വേഷനാണ്. ഇവിടെ പരപ്പളവാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ ഇക്വേഷൻ വരുന്ന ഏരിയ വെച്ചിട്ടുള്ള ഇക്വേഷനാണ് വരാം. അപ്പൊ എന്ത് വരും? x/360 ഇൻറ്റു ഏരിയ, അതുകൊണ്ട് പൈ ആർ സ്ക്വയറാ, പൈ ഇൻറ്റു. പക്ഷെ ഞാൻ ഞാൻ എന്താക്കാണ് വലിയ 6 ആക്കിയും ചെറിയ 6 ആക്കിയും എഴുതുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വലുതിനെ R1 എന്നും R2 എന്നും വിളിക്കുക, ഒരു കുഴപ്പമില്ല. അപ്പൊ പൈ വലിയ കഷ്ണത്തിൽ നിന്ന് അതേ സംഭവം ചെറിയ കഷ്ണം അങ്ങ് കുറയ്ക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ വേഗം ആൻസർ കിട്ടും. പൈ ആർ സ്ക്വയർ. അതായത് വലിയ കഷ്ണത്തിന്റെ പരപ്പളവിൽ നിന്നും ചെറിയ കഷ്ണത്തിന്റെ പരപ്പളവ് ഏരിയ അങ്ങ് കുറച്ചാൽ നമുക്ക് ഈ ഉത്തരം കിട്ടും. സോ ആൻസർ ഈസ് വെരി സിമ്പിൾ. എക്സ് എന്ന് പറഞ്ഞ ചോദ്യം കൃത്യമായിട്ട് തന്നിട്ടുണ്ട് 60 ആണ്. സോ 60/360 ഇൻറ്റു പൈ ഇൻറ്റു ആർ. റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 + 4 10 ആണ്. 10 സ്ക്വയർ മൈനസ് x/360 സെയിം ആണ്. 60/360 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. 6 സ്ക്വയർ. ചെറിയതിന്റെ റേഡിയസ് 6 ആണ്. A+ നിർണ്ണയിക്കുന്ന 5 ചോദ്യങ്ങളാണ്. വളരെ രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. 60/360 1/6 എന്ന് എഴുതാം. 1/6 ഇൻറ്റു 10 സ്ക്വയർ, അതായത് 100 π/6 മൈനസ് ഇതിനെ 1/6 എന്ന് എഴുതാം. 36 ഇൻറ്റു 1 36 π/6 ആണ് അല്ലേ? നോക്കി നോക്കൂ. 360 60 വെട്ടാ 1/6. 360 എത്ര 60 ഉണ്ട്? 6 എണ്ണം. 60 എത്ര 60 ഉണ്ട്? 1. അതാണ് 1/6 എന്ന് 1. ഓക്കെ, അപ്പൊ ആൻസർ ആയി. രണ്ടും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇത് കുറയ്ക്കാം. 100 36 കുറച്ചാൽ എത്രടാ? 64 ആണ്. സോ 64 π/6 കിട്ടും. ഇതിനെ വേണമെങ്കിൽ നിങ്ങൾ ചെറുതാക്കാം, ഇല്ലെങ്കിൽ അത്ര എഴുതിയാലും മതി. 32 ഇത് 3. സോ 32 π/3 സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ കാണുന്ന ചോദ്യത്തിന്റെ ഉത്തരം. ചോദ്യ പേപ്പറിൽ പൈന്റെ വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? 32 × 3.14 കൊടുക്കുക, /3 ചെയ്യുക. ഫൈനൽ ആൻസർ ആയി. ഇനി അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്ര എഴുതിയാലും ഫുൾ മാർക്കാണ്. സെറ്റ് അല്ലേടാ മക്കളെ? ക്ലാസ്സിന്റെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു ചിത്രം എന്ന് പറയുന്നത് ഇത് ഏത് ചാപ്റ്ററിനാടാ? ഈ കാണുന്നത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്? സെക്കൻഡ് ഡിഗ്രി എന്നില്ല, ന്യൂ നമ്പേഴ്സ് അതാ പുതിയ സംഖ്യകളാണ്. വളരെ രസമുള്ള ഒരു ക്വസ്റ്റ്യനാ, പക്ഷേ A+ ഒരു സ്ക്വയർ ഇവിടെ കാണാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് AC ആണ്. AC-യുടെ നീളം എത്ര? ലാസ്റ്റ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ 1ഉം ഇവിടെ 1ഉം ആണെങ്കിൽ ഈ കാണുന്നത് 2ന്റെ അടുത്തൊരു റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ 2 ഇവിടെ 1 ആണെങ്കിൽ ഈ ഒരു പാറ്റേണിൽ തന്നെ പോകുന്നതാണെങ്കിൽ ഇവിടെ 3 കൊടുത്തിട്ട് റൂട്ട് കൊടുത്താൽ മതി. ഇതാണ് അതിന്റെ ട്രിക്ക്. പക്ഷേ ട്രിക്ക് പോകുന്നതിന് മുമ്പ് മക്കളെ ശ്രദ്ധിച്ചോളൂ. പൈതഗോറസ് വെച്ച് ഇതിന്റെ ആൻസർ ചെയ്യണം. അപ്പോൾ AC സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. സോ ദ ആൻസർ ഈസ് 2 ആണ്. സോ AC സ്ക്വയർ = 2 ആണെങ്കിൽ AC എത്രടാ? √2 ആണ്. ഈസി ആയിട്ട് എന്ത് കിട്ടും? AC-യുടെ നീളം കിട്ടും. ഓക്കെ, അതിന് 1 മാർക്കാണ് അല്ലെ 2 മാർക്കാണ്. രണ്ടാമത്തെ ചോദ്യം എന്താ? രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ കാണുന്ന സ്ക്വയറിന്റെ പരപ്പളവ് അഥവാ AD × AD അല്ലെങ്കിൽ EF × EF അല്ലെങ്കിൽ ഈ കാണുന്ന വശം × വശം. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ സൈഡ് × സൈഡ് ആണ്. സോ അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? AD സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. AD സ്ക്വയർ പൈതഗോറസ് സിദ്ധാന്തം യൂസ് ചെയ്യാലോ. AD സ്ക്വയർ നോക്കി നോക്കാം മക്കളെ. AD സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 + √2ന്റെ സ്ക്വയർ. സ്ക്വയറും റൂട്ടും കട്ടായിപ്പോൾ 1 + 2 3 ആണ്. അപ്പോൾ ഇതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? 3 cm² ആണ്. എന്നാൽ ഇതിന്റെ സൈഡ് എത്രയാണെന്ന് വെച്ചാലോ? √3 അല്ലേ? ഇതിനെ അങ്ങോട്ട് എടുക്കുമ്പോൾ ഒരു സൈഡ് കിട്ടും √3. ഫുൾ മാർക്ക്.
സെറ്റ് അല്ലേ? അപ്പൊ 3 ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു മക്കളെ. 4ാമത്തെ ചോദ്യം ഞാൻ ശ്രദ്ധിക്കാം. വളരെ പ്രധാനപ്പെട്ട ന്യൂ നമ്പേഴ്സ് അഥവാ പുതിയ സംഖ്യകളിൽ വരുന്ന ഒരു കിടിലം ക്വസ്റ്റ്യൻ ആണ്. ഇത്രേ ഉള്ളൂ. കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് എ റെക്ടാംഗിൾ വിത്ത് ലെങ്ത് √3 + √2 ആൻഡ് √3 - √2. അതായത് ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ടാവും, ഒരു ചതുരം. ആ ചതുരത്തിന്റെ നീളവും വീതിയും തന്നിട്ടുണ്ടാവും. അപ്പം നീളം എന്ന് പറഞ്ഞത് √3 + 2 ആണ്. √3 + 2. വീതി എന്നാൽ √3 - 2. √3 + √2 √3 - √2. ഒന്നുമില്ല. അതിന്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. √3 + √2 ഇൻറ്റു √3 - √2. നിങ്ങൾ 8ാം ക്ലാസ് പഠിച്ച ഓർമ്മ ഉണ്ടോ? a + b × a - b, ദാറ്റ് ഈസ് a² - b². a + b × a - b എന്താ? a² - b² ആണ്. സ്ക്വയറും റൂട്ടും വെട്ടാം. 3 - 2 ദാറ്റ് ഈസ് = 1 ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആട്ടോ. ഇതുപോലെ ക്വസ്റ്റ്യൻ വരും കേട്ടോ. ചിലപ്പോൾ √2 + 1ഉം √2 - 1ഉം ആയിരിക്കും. √2 + 1ഉം √2 - 1ഉം ആൻസർ കിട്ടും ഈസി ആയിട്ട്. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം, കമ്പ്യൂട്ട് ദ ഫോളോയിങ് കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസസ്. ഈ കാണുന്ന ഉത്തരം കറക്റ്റ് ഡെസിമൽ ഫോം വരെ വെച്ചിട്ട് ചെയ്യാൻ, ദശാംശ രൂപം വരെ ചെയ്യാൻ. അതിന് ഇത്രേ ഉള്ളൂ പണി. നമ്മൾ ചെയ്തു. ഈ കാണുന്ന ഉത്തരം നമ്മൾ ചെയ്ത് കഴിഞ്ഞു അല്ലേ? നിങ്ങൾക്കറിയാം √3 + √2 ഇൻറ്റു ഇത് വെച്ചിട്ടാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എഴുതേണ്ടത് കേട്ടോ. ഇത് 1 ആണ് ഉത്തരം കിട്ടി. ഞാൻ ചോദിക്കട്ടെ, ഈ കാണുന്ന ഇൻറ്റുവിനെ ഈക്വൽ ടു അങ്ങോട്ട് കൊണ്ടാൽ എന്താ സംഭവിക്കുക? ഡിവിഷൻ ആവും അല്ലേ? ഡിവിഷൻ ആവും ആണല്ലോ. അതായത് √3 + √2 എന്ന് എഴുതുന്നതും 1/√3 - √2 എന്ന് എഴുതുന്നത് എന്താണ്? സെയിം ആണ്. അപ്പൊ നമ്മൾ ചോദിച്ചെന്താ? 1/√3 - √2 കാണാനാ. 1/√3 - √2 കാണുന്നതും √3 + √2 കാണുന്നത് സെയിം ആണ്. സോ √3ന്റെ വില 1.73 ആണ്. √2ന്റെ വില 1.41 ആണ്. രണ്ടുകൂടി കൂട്ടിയാൽ എത്ര കിട്ടും? 7 4 14 1 ശിഷ്ടം 3.14. അപ്പോൾ ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എത്ര? 3.14 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെ കണ്ടുപിടിക്കാം? ഒരു പണിയില്ല. നമ്മൾ എഴുതിയ അതേ ഇക്വേഷൻ √3 + √2 ഇൻറ്റു √3 - √2 ഈക്വൽ ടു 1 ആണ് നമ്മൾ എഴുതി. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താക്കാം? നമ്മളിപ്പോൾ കൊണ്ടുപോയി നേരത്തേതാണെങ്കിൽ ഇപ്പോൾ ഇതിങ്ങനെ കൂടെ കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ √3 - √2 ഈക്വൽ ടു 1/√3 + √2. ഓക്കെ, അതായത് എന്ത് ചെയ്താൽ മതി? √3ന്റെ വില എത്ര? 1.73. അതിനത് കുറച്ചാൽ മതി. ആ കിട്ടുന്നത് എത്ര നിങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ്സിന്റെ ഫീഡ്ബാക്കും കമന്റ് ചെയ്യുക. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ A+ നിർണ്ണയിക്കുന്ന 5ാമത്തെ ചോദ്യമാണ് ഈ കാണിക്കുന്ന മക്കളെ. ഈ കാണുന്ന ചോദ്യം ഏത് ചാപ്റ്ററിൽ നിന്നാണ്? പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ. സർക്കിൾസ് അഥവാ വൃത്തങ്ങളിൽ നിന്നാണ് അല്ലേ? മക്കളെ ശ്രദ്ധിച്ചോട്ടോ. 2 ചോദ്യങ്ങൾ ഇതിലുണ്ട്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ദ ബോട്ടം സൈഡ് ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ഇൻ ദ പിക്ചർ. ഇതിന്റെ ചിത്രത്തിൽ ഈ കാണുന്നത് ഡയമീറ്റർ ആണ്, വ്യാസമാണ്. ഓഫ് ദി സർക്കിൾ ആൻഡ് സൈഡ് ഓഫ് ദി കോഡ് പാരലൽ ടു ഇറ്റ് ഈസ് 6 സെന്റിമീറ്റർ. ഇത് 10 തന്നിട്ടുണ്ട്, ഇത് 6 തന്നിട്ടുണ്ട്. 1ാമത്തെ ചോദ്യം, ഇതിന്റെ ഹൈറ്റ് എത്ര? ഒന്നാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? ഈ കാണുന്ന വൃത്തത്തിന്റെ റേഡിയസ് എത്ര? നമുക്കറിയാം ഇത് മൊത്തം 10 ആയതുകൊണ്ട് റേഡിയസ് 5 ആണ്. ഈസി ആയിട്ട് കിട്ടും, 5 സെന്റിമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം എന്താ മക്കളെ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദി ക്വാഡ്രിലാറ്ററൽ ABCD. മക്കളെ ഏരിയ വെച്ചോളൂ. ഇതുപോലത്തെ ചിത്രം വന്നാൽ ഏരിയ കാണാൻ ഇത്രേ ഉള്ളൂ. ഏരിയ = ½ × A + B × H ആണ് കേട്ടോ. 4 വശങ്ങൾ തന്നിട്ട് അതിന്റെ ഏരിയ പാരലൽ ആണെങ്കിൽ ½ × A + B × H. A എന്ന് പറഞ്ഞാൽ 10, B എന്ന് പറഞ്ഞാൽ 6. ഇനി ഹൈറ്റ് കിട്ടണം. ഈ ചാപ്റ്ററിന് ഏത് ചോദ്യം വന്നാലും മക്കളെ ഒരു മട്ട ത്രികോണം നിങ്ങൾ അവിടെ ഉണ്ടാക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഉണ്ടാക്കാൻ ഒരു പണിയുമില്ല. ഉണ്ടാക്കണം. ഈ കാണുന്ന നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഈ കാണുന്ന നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. നമുക്കറിയാം ഈ കാണുന്ന നീളം എത്ര എന്നറിയാം? 5 ആണ് എന്നറിയാം അല്ലേ? ഈ കാണുന്നത് എന്താണ്? ഈ കാണുന്ന നീളം ഇതും 5 തന്നെയാണ് അല്ലേ? ഈ കാണുന്ന നീളം എത്ര എന്നറിയോ? അറിയില്ല. ഈ കാണുന്ന നീളം എത്ര എന്നറിയോ? അതും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എങ്ങനെ ഇതിന്റെ ആൻസർ ചെയ്യാം? ഇത് മൊത്തം 10 ആണ്. ഈ കാണുന്ന നീളം 3 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? അതിന്റെ ഉത്തരം കിട്ടാൻ ജസ്റ്റ് ഇതാക്കണം. ഇങ്ങോട്ടൊരു വര വരച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ്? ഈ കാണുന്ന നീളം ഇത് റേഡിയസ് ആണ്, ഇതും എന്താണ്? റേഡിയസ് ആണ്. അപ്പം ഇത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ കാണുന്ന നീളം എന്താണ്? ആരമാണ്. ഈ കാണുന്നതും ആരമാണ്. രണ്ടും സർക്കിളിന്റെ സെന്ററിൽ നിന്ന് വൃത്തത്തിലേക്കാണ്. അപ്പൊ ഈ കാണുന്ന നീളം 5 കിട്ടി, ഈ കാണുന്ന നീളം 3 കിട്ടി. ഇത് കാരണം ഹൈപ്പന്യൂസ്. അപ്പൊ ലംബം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താടാ? ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പന്യൂസ് സ്ക്വയർ. അപ്പൊ ഇത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 4 കിട്ടും. കർണം സ്ക്വയർ മൈനസ് പാദം സ്ക്വയർ, ഹൈപ്പന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 25 9 കുറച്ച് എത്ര ആണ്? 4 ആണ്. സോ ഈ കാണുന്ന നീളം എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ അല്ലേ? അപ്പൊ ഹൈറ്റ് 4 കിട്ടി. സോ ഏരിയ ഈസ് ഈക്വൽ ടു ½ × A + B 10 + 6 ×
എച്ച് എന്ന് പറഞ്ഞാൽ 4 ആണ്. സോ വെട്ടാം, നമുക്ക് 2ഉം 4ഉം വെട്ടാം. ഇപ്പോൾ 10 + 6 എന്ന് പറഞ്ഞാൽ 16 × 2 32 cm². കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഒരു A+ നിർണ്ണയിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ടാണ് ഈ കാണുന്ന 5 ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. സോ ഈ ഒരു ഐഡിയ ക്ലിയർ ആയ ആളുകളൊക്കെ ഫയർ ഇമോജി ഇടുക. സോറി, ഫയർ ഇമോജി അല്ല, ചാറ്റ്. ഞാൻ ലൈവ് ആണെന്ന് വിചാരിച്ചു. മക്കളെ, നിങ്ങൾക്കറിയാം ഓരോ ടീച്ചേഴ്സും അത്രയധികം എഫേർട്ട് എടുത്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നോട്ടുകളൊക്കെ എഴുതിയെടുക്കുക. സോ നമ്മൾ ലൈവിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ വീഡിയോയുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ബൈ.